ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗെയിമേനിയ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ടുള്ള അപ്ഡേറ്റിന് ശേഷം, അതായത് OB21 അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന കോസ്റ്റ്യൂമുകളെ പറ്റിയാണ്. അപ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഇൻക്യുബേറ്ററിൽ കോസ്റ്റ്യൂമുകളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയാം, നമ്മുടെ ഫ്രീ ഫയറിൽ ഒരു അപ്ഡേറ്റിന് ശേഷം 2 ഇൻക്യുബേറ്ററാണ് വരാറുള്ളത്. അപ്പോൾ ആ ഒരു 2 ഇൻക്യുബേറ്ററിലെയും കോസ്റ്റ്യൂമുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം വരാൻ പോകുന്ന പെയ്ഡ് കോസ്റ്റ്യൂമുകളെ പറ്റിയിട്ടും പിന്നെ പാനിന് പുതിയതായിട്ട് കുറച്ചധികം സ്കിന്നുകൾ നമ്മുടെ ഫ്രീ ഫയറിലായിട്ടും പുതിയതായിട്ട് വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെയും കുറച്ചധികം ഐറ്റംസുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരാണെങ്കിലോ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഉറപ്പായിട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി വയ്ക്കാൻ മറക്കരുത്. അത് എനേബിൾ ആക്കി വെച്ചാൽ മാത്രമാണ് ഫ്രീ ഫയറുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു രണ്ടുപേരും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ ഗൈസ്, നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും അത് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം, അതായത് OB21 അപ്ഡേറ്റിന് ശേഷം ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന കുറച്ചധികം കോസ്റ്റ്യൂമുകളെ പറ്റി സംസാരിക്കാൻ ഗൈസ്. അതായത് പെയ്ഡ് കോസ്റ്റ്യൂമുകളെ പറ്റിയാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു കോസ്റ്റ്യൂം നമ്മുടെ ഫ്രീ ഫയറിൽ ഏറ്റവും പുതിയതായിട്ട് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്. അതിൻ്റെ പേര് റാബിറ്റ് കില്ലർ എന്നാണ്. പക്ഷേ ഈ ഒരു കോസ്റ്റ്യൂം മാത്രം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏപ്രിൽ മാസം തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടില്ല. ഏപ്രിലിൽ നമ്മുടെ ഫ്രീ ഫയറിൽ ഈസ്റ്റർ ഇവൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കോസ്റ്റ്യൂം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കോസ്റ്റ്യൂം നമ്മുടെ ഫ്രീ ഫയറിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മോട്ടർ കപ്പിൾ എന്ന് പറഞ്ഞ ഈ ഒരു കോസ്റ്റ്യൂം വരുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് കാണാൻ പറ്റും റെയിൻബോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോസ്റ്റ്യൂം കൂടി നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കോസ്റ്റ്യൂം, അതായത് ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ പേര് കമ്മീഷണർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വേറൊരു ലാംഗ്വേജിൽ എഴുതിയതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും കമ്മീഷണർ ആ ഒരു കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം കൂടി നമ്മുടെ ഫ്രീ ഫയറിൽ ഒരു അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 കോസ്റ്റ്യൂമുകളെ പറ്റി പറഞ്ഞു ഗൈസ്. പെയ്ഡ് കോസ്റ്റ്യൂമുകളെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു കോസ്റ്റ്യൂം എപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നു ഇപ്പോഴും ഒരു ഉറപ്പായിട്ടില്ല. മുന്നേ പറഞ്ഞ പോലെ തന്നെ ആദ്യം കാണിച്ച ഒരു റാബിറ്റിൻ്റെ ഒരു കോസ്റ്റ്യൂം മാത്രം ഏപ്രിലിൽ വരുന്ന ചെറിയൊരു റൂമർ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു കോസ്റ്റ്യൂം ഏപ്രിലിൽ വരുന്നു പ്രതീക്ഷിക്കാം. പക്ഷേ ബാക്കിയുള്ള കോസ്റ്റ്യൂമൊക്കെ എപ്പോൾ വരും, എങ്ങനെ വരുന്നൊന്നും നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവൻറ്റുകൾ വഴിയും അതുപോലെ തന്നെ ലക്ക് റോയൽ വഴിയൊക്കെ ആയിരിക്കാം നമ്മുടെ ഫ്രീ ഫയറിൽ വരിക ഗൈസ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു 4 കോസ്റ്റ്യൂമും ഈ ഒരു 4 പെയ്ഡ് കോസ്റ്റ്യൂമും നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഈ ഒരു OB21 അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്. പിന്നെ സോ ഗൈസ്, നമ്മൾ രണ്ടാമതായിട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ഫയറിൽ വരാൻ പോകുന്ന പാനികളുടെ സ്കിന്നുകളെ പറ്റി സംസാരിക്കാൻ ഗൈസ്. അപ്പോൾ ഇതിലോട്ട് കടക്കുന്നതിന് മുൻപ് തന്നെ കുറച്ച് നാൾ മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രീ ഫയറിൽ പുതുതായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ ഒരു ഗോൾഡൻ കളർ പാൻ വരുന്നുണ്ടെന്ന്. എന്നാൽ ഇതുവരെ ആ ഒരു പാൻ നമ്മുടെ ഫ്രീ ഫയറിൽ വന്നിട്ടില്ല ഗൈസ്. എന്നാൽ ഇന്ത്യൻ സെർവറിലാണ് വരാത്തത്. ബാക്കി മിക്ക സെർവറുകളിലും, ഇപ്പോൾ ബ്രസീലിയൻ സെർവറിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ സെർവറിലൊക്കെ ആ ഒരു പാൻ വന്നു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ മാത്രം ആ ഒരു സംഭവം വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കാണിക്കാൻ പോകുന്ന ഈ ഒരു പാനുകളും നമ്മുടെ ഫ്രീ ഫയറിൽ വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും ആ ഒരു സെൻസിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു 3 സ്കിന്നുകളാണ് നമ്മുടെ ഫ്രീ ഫയറിൽ ആ ഒരു പാനിന് പുതുതായിട്ട് വരാൻ പോകുന്നത്. നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് കളറും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറായിട്ടുള്ള ഒരു സ്കിന്ന് നമ്മുടെ ഫ്രീ ഫയറിൽ പാനിന് വരുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ബ്ലൂ കളറായിട്ടുള്ള ഒരു സ്കിന്ന് പാനിന് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡും ബ്ലാക്കും കളറായിട്ടുള്ള ഒരു സ്കിന്നും നമ്മുടെ പാനിന് പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 സ്കിന്നുകളും നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 വന്നില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒരെണ്ണം വരുന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ എന്തായാലും വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗോൾഡ് കളറായിട്ടുള്ള പാൻ നമ്മുടെ ഫ്രീ ഫയറിൽ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അതും വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു 3 സ്കിന്നുകൾ നമ്മുടെ ഫ്രീ ഫയറിൽ പുതുതായിട്ട് ആ ഒരു പാനിന് വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാൻ പോവാണ്. അതായത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു 5 സ്കാർഫുകളും കൂടി നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഏകദേശം 5 ഉണ്ട്. ആദ്യത്തേന്ന് പറയുന്ന ഒരു ഗോൾഡ് കളർ, പിന്നെ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ, മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡും അതുപോലെ തന്നെ ഒരു ബ്ലൂ ആണെന്ന് തോന്നുന്നു. യെസ്, ആ ഒരു കളർ കോമ്പിനേഷനുള്ള ഒരു സ്കാർഫും, പിന്നെ നാലാമത്തേത് ഒരു റെഡും വൈറ്റും കളറായിട്ടുള്ളത്, അഞ്ചാമത്തേത് ഒരു ബ്ലാക്കും വൈറ്റും കളറായിട്ടുള്ള ഈ ഒരു 5 സ്കാർഫുകളാണ് നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റിന് ശേഷം OB21 അപ്ഡേറ്റിന് ശേഷം വരാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു സ്കാർഫുകൾ നമുക്ക് മുന്നേ പറഞ്ഞ ആ ഒരു പാനിൻ്റെ അത്ര ഡൗട്ടൊന്നും വേണ്ട. നമുക്ക് ഏകദേശം ഉറപ്പായിട്ട് പറയാം ഈ ഒരു 5 നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു 5 നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ട് OB21 അപ്ഡേറ്റിന് ശേഷം വരുന്നുണ്ട്.
പിന്നെ നമുക്ക് അടുത്തായിട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ അടുത്തായിട്ട് നമ്മുടെ ഇൻക്യുബേറ്ററിൽ വരാൻ പോകുന്ന ആ ഒരു കോസ്റ്റ്യൂമുകളെ പറ്റി സംസാരിക്കാൻ കഴിച്ചു. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അപ്ഡേറ്റിൽ 2 ഇൻക്യുബേറ്ററാണ് നമ്മുടെ ഫ്രീ ഫയറിൽ വരാറുള്ളത്. അപ്പോൾ എന്തായാലും 2 ഇൻക്യുബേറ്ററിലെയും കോസ്റ്റ്യൂമുകളെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഏപ്രിലിൽ വരാൻ സാധ്യതയുള്ള ആ ഒരു കോസ്റ്റ്യൂമിനെ പറ്റി സംസാരിക്കാൻ കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ ട്രെയിലറാണ് നിങ്ങൾ ആദ്യം തന്നെ കണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഒന്നും കൂടി കാണാനൊക്കെ പറ്റും. അതിൽ അവസാനമായിട്ട് ആ ഒരു കോസ്റ്റ്യൂമും കാണാൻ പറ്റും കഴിച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു കോസ്റ്റ്യൂമാണ് അതിൽ മെയിനായിട്ട് വരുന്നത് കഴിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണിക്കുന്നതിലും ക്ലാരിറ്റി കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ കാണിക്കുമ്പോഴാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഫോട്ടോസായിട്ട് നമുക്കൊന്ന് നോക്കാം കഴിച്ചു. സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു മജന്ത കളർ കോസ്റ്റ്യൂം നമ്മുടെ ഫ്രീ ഫയറിൽ ഈ ഒരു ഇൻക്യുബേറ്ററിലൂടെ വരുന്നുണ്ട്. അതിൻ്റെ ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് അതിൻ്റെ തന്നെയായിട്ട് ഒരു ഫീമെയിൽ കോസ്റ്റ്യൂമാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 2 കോസ്റ്റ്യൂമാണ് അത് ആ ഒരു ഇൻക്യുബേറ്ററിൽ മെയിൻ കോസ്റ്റ്യൂമായിട്ട് വരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗോൾഡൻ കളർ ഒരു കോസ്റ്റ്യൂമാണ്, ഒരു മെയിൽ കോസ്റ്റ്യൂമാണ്. അതിൻ്റെ തന്നെ ഒരു പെയറായിട്ടുള്ള വേറൊരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ എൻ്റെ അവസാനമായിട്ട് ഓറഞ്ച് കളറായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. അതിൻ്റെ തന്നെ പെയറായിട്ടുള്ള കോസ്റ്റ്യൂം നിങ്ങൾക്ക് അപ്പുറത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു 3 പെയർ കോസ്റ്റ്യൂംസും കണ്ടു കഴിച്ചു. നമ്മുടെ ഫ്രീ ഫയറിൽ ഏപ്രിൽ മാസം വരാൻ സാധ്യതയുള്ള ആ ഒരു കോസ്റ്റ്യൂംസാണ് നമ്മൾ കണ്ടത് ഇൻക്യുബേറ്ററിലൂടെ കഴിച്ചു. പിന്നെ നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്ഡേറ്റിൽ 2 ഇൻക്യുബേറ്ററിലാണ് നമ്മുടെ ഫ്രീ ഫയറിൽ വരാറുള്ളത്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ആ ഒരു ഇൻക്യുബേറ്റർ കോസ്റ്റ്യൂമുകളെ പറ്റി സംസാരിക്കാൻ കഴിച്ചു. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിനെ പറ്റി തന്നെ നമ്മൾ മുൻപെപ്പോഴോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കോസ്റ്റ്യൂം നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നുണ്ട്. മുന്നേ പറഞ്ഞ ആ ഒരു കോസ്റ്റ്യൂം മിക്കവാറും ആ ഒരു ഏപ്രിൽ മാസമാണ് വരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഈ ഒരു കോസ്റ്റ്യൂം നമ്മുടെ ഇൻക്യുബേറ്ററിലൂടെ മെയ് ലാസ്റ്റോട് കൂടിയായിരിക്കും ഫ്രീ ഫയറിൽ വരിക. ആദ്യം കാണുന്ന ആ ഒരു കോസ്റ്റ്യൂമാണ് അതിൽ മെയിൻ കോസ്റ്റ്യൂമായിട്ട് വരുന്നത്. ആ ഒരു മാസ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കിടിലൻ കോസ്റ്റ്യൂം തന്നെയാണ്. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു റെഡ് കളർ കോസ്റ്റ്യൂമും പിന്നെ ഒരു ബ്ലൂ കളറും പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു ഓറഞ്ച് കളർ ഒരു കോസ്റ്റ്യൂമാണ് വരുന്നത്. പിന്നെ അതിൻ്റെ തന്നെ ഫീമെയിൽ കോസ്റ്റ്യൂമും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ ഒരു എന്താ പറയുക റെഡ് കളറും അതുപോലെ തന്നെ ബ്ലൂവും ഓറഞ്ചും കളറായിട്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെ മുന്നേ കാണിച്ച ഒരു മെയിൽ കോസ്റ്റ്യൂമിൻ്റെ പെയർ കോസ്റ്റ്യൂമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 പെയർ കോസ്റ്റ്യൂം നമ്മുടെ ഫ്രീ ഫയറിൽ അടുത്തായിട്ടുള്ള ഇൻക്യുബേറ്ററില്ല, അത് കഴിഞ്ഞിട്ടുള്ള ഇൻക്യുബേറ്ററിലൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിക്കവാറും ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടുതലായിട്ട് വല്ല വിവരങ്ങളും കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിച്ചു. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുറച്ചധികം ഇൻക്യുബേറ്റർ കോസ്റ്റ്യൂംസും നമ്മുടെ ഫ്രീ ഫയറിൽ വരുന്നുണ്ട്. അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്ഡേറ്റിന് ശേഷം 2 ഇൻക്യുബേറ്ററാണ് വരാറുള്ളത്. ആ ഒരു 2 ഇൻക്യുബേറ്ററിലും കോസ്റ്റ്യൂമുകളെ പറ്റിയിട്ട് നമ്മളിപ്പോൾ സംസാരിച്ച് കഴിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു 2 കോസ്റ്റ്യൂമുകളെ പറ്റിയിട്ടും അതായത് ഈ ഒരു 2 ഇൻക്യുബേറ്റർ കോസ്റ്റ്യൂമുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു കോസ്റ്റ്യൂംസ് ഏതാണ്? ആദ്യം കാണിച്ച ഒരു കോസ്റ്റ്യൂമാണോ ഈ ഒരു കോസ്റ്റ്യൂമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം കാണിച്ച ആ ഒരു പെയ്ഡ് കോസ്റ്റ്യൂമിനെ പറ്റിയിട്ടും പിന്നെ ആ ഒരു പാനിൻ്റെ സ്കിന്നിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായം ഒപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചു. ഒരു OB21 അപ്ഡേറ്റിന് ശേഷം വരാൻ പോകുന്ന കോസ്റ്റ്യൂമുകളെ പറ്റിയിട്ട് പിന്നെ ഒരു പാനിൻ്റെ സ്കിന്നുകളെ പറ്റിയിട്ട് ആ ഒരു സ്കാർഫുകളെ പറ്റിയിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഒരു ഇൻക്യുബേറ്ററിൽ കോസ്റ്റ്യൂമുകളെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും മുന്നേ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും കിട്ടുകയെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയും. അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ആക്കി വെക്കുക കഴിച്ചു. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും അത് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു കഴിച്ചു. അപ്പോൾ ഇനിയും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് പോവുക കഴിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ നല്ല വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.